പയ്യന്നൂരിൽ 4 ഇടത്ത് അത്യപൂർവ പോളിംഗ്. 142-ാം ബൂത്തായ എരമം സെൻട്രലിൽ 99.8% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 3 ഇടത്ത് 95% മുകളിലാണ് പോളിംഗ്. ഇതിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് UDF റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. റീപോളിംഗ് വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 25% മുകളിൽ ആളുകൾ ഇലക്ഷൻ ID കാർഡിന് പുറത്തുള്ള രേഖകൾ ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തതെന്നും റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. 4 ബൂത്തുകൾ 95% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയതായി കാണുകയാണ്. 95% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയാൽ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടണമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. 99.8% വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് തന്നെ 44% പേര് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ രേഖ സമർപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് ഞങ്ങൾ നേരത്തെ ആരോപണം ഉന്നയിച്ച വ്യാജ തിരിച്ചറിയൽ കാർഡുകളും മറ്റ് രേഖകളും ഹാജരാക്കിക്കൊണ്ടാണ്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, ഇതിലൊരു അത്യപൂർവ പോളിംഗ് എന്ന് പറയാവുന്ന ഒരു പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകളാണ് വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ പയ്യന്നൂരിലെ ഒരു ഇലക്ഷൻ അതെല്ലാവരും നോക്കിക്കാണുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പോളിംഗ് ശതമാനം വരുമ്പോൾ കുറച്ചധികം സൂക്ഷ്മ പരിശോധന അതിലുണ്ടാകണമെന്നുള്ള നിയമമൊക്കെയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു എന്നുള്ളതിൽ ധാരണയിൽ. എന്തായാലും ഇപ്പോൾ എന്താണ് UDF ആരോപിക്കുന്നത്? ഈ പോളിംഗ് ശതമാനത്തിൽ എന്ത് ദുരൂഹതയെന്ന ആരോപണം? ജൽസി, ഇതിനകത്ത് പയ്യന്നൂർ നിയോജകമണ്ഡലത്തിന്റെ മൊത്തം പോളിംഗ് ശതമാനം 80%. ഈ 80%-ൽ 15% കുറവോ അല്ലെങ്കിൽ 15% കൂടുതലോ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട് എന്നുള്ളൊരു പൊതുവിലയിരുത്തൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുണ്ടാകും. അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഇപ്പോൾ UDF ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ 4 ബൂത്തുകൾ എരമംകുറ്റൂർ പഞ്ചായത്തിലുള്ള എരമം സെൻട്രൽ, അതുപോലെ തന്നെ കരുവള്ളൂർ പെരളം പഞ്ചായത്തിൽപ്പെട്ട പെരളം, അതുപോലെ തന്നെ കൂക്കാനം, കാങ്കോൽ, ആലപ്പടമ്പ് പഞ്ചായത്തിൽപ്പെട്ട ഏറ്റുകുടുക്കാൻ നോർത്ത്, ഈ 4 ബൂത്തുകളിൽ 95% മുകളിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർക്കാണ് അവർ പ്രാഥമികമായി പരാതി നൽകിയിരിക്കുന്നത്. ഇതിനകത്തുള്ള അസ്വാഭാവികതയിനകത്ത് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർക്ക് മറ്റൊരു പരാതി കൂടി നൽകിയിട്ടുണ്ട്. ഈ 4 ബൂത്തുകളിലെയും വെബ്കാസ്റ്റിംഗിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കണം അല്ലെങ്കിൽ ലഭ്യമാക്കണം എന്നുള്ളതാണ് ഈ ആവശ്യമായിട്ട് കളക്ടർക്ക് നൽകിയ പരാതിയുടെ അകത്ത് UDF ചൂണ്ടിക്കാണിക്കുന്നത്. അവർ പറയുന്നത് ഈ 4 ബൂത്തുകളിലും 44% പേർ ഈ എരമം സെൻട്രൽ ബൂത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ID കാർഡിന് പുറത്തുള്ള രേഖകൾ ഹാജരാക്കിക്കൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ബാക്കി 3 ബൂത്തുകളിൽ 25% മുകളിൽ ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ID കാർഡിന് പുറത്തുള്ള രേഖകൾ ഹാജരാക്കിക്കൊണ്ടാണ്. ഇത് നേരത്തെ UDF ആരോപിച്ച വ്യാജ വോട്ട് അല്ലെങ്കിൽ കള്ള വോട്ട് എന്നുള്ള ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള കണക്കാണ് ഈ രേഖകൾ സംബന്ധിച്ചുള്ള കാര്യത്തിനകത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ പരിശോധന വേണമെന്ന UDFന്റെ മുഖ്യ ഇലക്ഷൻ ഏജന്റ്. അപ്പോൾ പയ്യന്നൂരിലെ ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തിന് പിന്നിൽ വ്യാജ വോട്ടും കള്ളവോട്ടും ഒക്കെയാണെന്നുള്ള ഒരു ആരോപണത്തിലേക്കാണ് UDF കടക്കുന്നത്. അതുകൊണ്ട് തന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരിക്കുകയാണ് UDF.